ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 5-ലെ 10-ാമത്തെയും അവസാനത്തെയുമായ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. അണ്ഡം തദ്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാ നിർഭിന്ദന്ന കൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈർനിശേഷജീവാത്മകോ നിർഭാതോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ സ്വയം തത്വങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അതുവരെ സൃഷ്ടിച്ചതായ ഘടകങ്ങളെയെല്ലാം യോജിപ്പിച്ചിട്ട് സ്വർണമയമായ ഒരു ജഗദണ്ഡമായി തീർന്നു എന്നാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ആ ജഗദണ്ഡ രൂപത്തിൽ നിന്ന് വിരാട് പുരുഷ രൂപത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അണ്ഡം തദ്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത് സഹസ്രം സമാ നിർഭിന്ദന്നകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം. അണ്ഡം സ്വർണ അണ്ഡം, തദ്ഖലു അങ്ങനെയുണ്ടായ, അണ്ഡം തദ്ഖലു അങ്ങനെയുണ്ടായ സ്വർണ അണ്ഡം, പൂർവസൃഷ്ടം പൂർവം മുൻപു തന്നെ സൃഷ്ടം സൃഷ്ടിക്കപ്പെട്ട, സലിലേ ജലത്തിൽ. പ്രാകൃത പ്രളയ സമയത്ത് സകലതും ബ്രഹ്മത്തിൽ ലയിച്ചു. ആ സമയത്ത് ഭഗവാൻ മാത്രം ഒരു മഹാപ്രകാശ തേജസ്സായി അവശേഷിച്ചു എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ആ പ്രളയ ജലത്തിലാണ് ഭഗവാൻ യോഗനിദ്രയിൽ ശയിച്ചിരുന്നത്. ആ ജലത്തെയാണ് ഇവിടെ പൂർവസൃഷ്ട സലിലം അല്ലെങ്കിൽ കാരണജലം എന്ന് പറയുന്നത്. ആ ജലത്തിൽ അതിഷ്ഠത് സ്ഥിതി ചെയ്തു അല്ലെങ്കിൽ മുങ്ങിക്കിടന്നു, സഹസ്രം 1000, സമാ സംവത്സരം. അങ്ങനെയുണ്ടായ ആ കാരണജലത്തിൽ 1000 സംവത്സരം ആ സ്വർണ അണ്ഡം സുഷുപ്തി അവസ്ഥയിൽ മുങ്ങിക്കിടന്നു. നിർഭിന്ദന്നകൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം. നിർഭിന്ദൻ പിളർത്തിയിട്ട്, ആ സ്വർണ അണ്ഡത്തെ പിളർത്തിയിട്ട് അല്ലെങ്കിൽ ഭേദിച്ചിട്ട്, അകൃതാഹ ആയിത്തീർന്നു, ചതുർദശ ജഗദ്രൂപം 14 ലോകങ്ങളായിട്ടുള്ള ജഗദ്രൂപം പ്രപഞ്ചരൂപം ആയിത്തീർന്നു. വിരാടാഹ്വയം വിരാട് എന്നു പേരുള്ള, ആഹ്വയം എന്നാൽ എന്നു പേരുള്ള, വിരാടാഹ്വയം വിരാട് എന്നു പേരുള്ള 14 ലോകങ്ങളായിട്ടുള്ള പ്രപഞ്ചരൂപമായി തീർന്നു ഭഗവാൻ ആ സ്വർണ്ണ അണ്ഡത്തെ പിളർത്തിയിട്ട്. ഇനി നമുക്ക് അടുത്ത 2 വരികളുടെ അർത്ഥം നോക്കാം. സാഹസ്രൈ കരപാദമൂർധനിവഹൈർ നിശേഷ ജീവാത്മകോ നിർഭാതോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാത്. ഇനി ആ വിരാട് സ്വരൂപം എങ്ങനെയുള്ളതാണ് എന്നാണ് പറയുന്നത്. സാഹസ്രൈ, സഹസ്രം എന്നാൽ 1000, സാഹസ്രൈഹി ആയിരക്കണക്കിന്, കരപാദമൂർധ കരം കൈകൾ, പാദം കാലുകൾ, മൂർധ ശിരസ്. കരപാദമൂർധ കൈകളോടും കാലുകളോടും ശിരസുകളോടും, നിവഹൈർ നിവഹൈഹി കൂടിയ, സാഹസ്രൈ കരപാദമൂർധ നിവഹൈർ ആയിരക്കണക്കിന് കൈകളോടും കാലുകളോടും ശിരസുകളോടും കൂടിയ, നിശേഷ ജീവാത്മകോ നിശേഷ ജീവാത്മക സകല ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തിൻ്റെ ജീവസ്വരൂപമായിട്ട്, നിർഭാതോസി നിർഭാത ശോഭിച്ചു, പ്രപഞ്ചരൂപത്തിൽ നിറഞ്ഞു നിന്നു, അസി അങ്ങ്, മരുത്പുരാധിപ അല്ലയോ ഗുരുവായൂർ പുരേശ, സമാം സഹ മാം സഹ എന്നാൽ അങ്ങനെയൊക്കെയുള്ള അങ്ങ്, മാം എന്നെ, ത്രായസ്വ രക്ഷിക്കൂ, സർവാമയാത് സർവ എല്ലാ, ആമയാത് വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും, സർവാമയാത് എല്ലാ വിഷമതകളിൽ നിന്നും, ത്രായസ്വ രക്ഷിക്കൂ എന്നാണ് ഈ 2ാമത്തെ
2 വരികളിൽ പറയുന്നത്. അതായത് അങ്ങയുടെ ആ വിരാട് രൂപം ആയിരക്കണക്കിന് കൈകളോടും കാലുകളോടും ശിരസ്സുകളോടും കൂടിയ സകല ചരാചരാത്മകമായ ജീവസ്വരൂപമായി പ്രപഞ്ചരൂപത്തിൽ നിറഞ്ഞു നിന്നു പ്രകാശിച്ചു. അല്ലയോ മരുത്പുരാധിപ ഗുരുവായൂർപുരേശ, അങ്ങനെയൊക്കെയുള്ള അങ്ങ് എന്നെ എൻ്റെ സകല രോഗാവസ്ഥകളിൽ നിന്നും രക്ഷിക്കൂ ഭഗവാനെ എന്നാണ് ഈ രണ്ടാമത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അങ്ങനെ അങ്ങയാൽ തന്നെ നിർമ്മിതമായ ആ സ്വർണമയമായ അണ്ഡം ആദ്യമേ സൃഷ്ടിച്ചിട്ടുള്ള കാരണജലത്തിൽ 1000 സംവത്സരം സ്ഥിതി ചെയ്തു. പിന്നീട് അങ്ങ് തന്നെ അതിനെ പിളർത്തുകയും വിരാട് എന്നു പേരുള്ള 14 ഭുവനങ്ങളുടെയും ആകൃതിയിൽ ആയിരക്കണക്കിന് കൈകാലുകളോടും ശിരസ്സുകളോടും കൂടി എല്ലാ ജീവാത്മാക്കളെയും സ്വയം വഹിച്ചുകൊണ്ട് പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ കാരുണ്യവാരിധേ, അങ്ങനെയൊക്കെയുള്ള അങ്ങ് എന്നെയും സർവരോഗപീഠകളിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാ നിർഭിന്ദന്ന കൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ നിർഭാതോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ടത്സഹസ്രം സമാ നിർഭിന്ദന്ന കൃതാശ്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ നിർഭാതോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാത്. 5ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. 6ാമത്തെ ദശകം അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.